രാവിലെ എണീറ്റ് കെട്ടിയൊരുങ്ങി ഇവളെ എങ്ങോട്ടാണെന്നല്ലേ. ഞാനിന്ന് ഇങ്ങോട്ട് വായി നോക്കാൻ പോവില്ല, ഞാനിന്നൊരാളെ പിക്ക് ചെയ്യാൻ പോവാണ്. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനും വെയിറ്റ് ചെയ്തുള്ള നിപ്പാണിത്. ട്രെയിനിനെ വായി നോക്കി നിൽക്കുന്ന സമയത്ത് കുറച്ച് ഫുഡിനെ വായി നോക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഈ മിഷീൻ്റെ അകത്ത് കോയിൻസ് ഇടണമെങ്കിൽ നമുക്ക് അതിനുള്ള എന്ത് ഫുഡ് വേണം എടുക്കാം. പിന്നെ എൻ്റെ കാശില്ലാത്തതുകൊണ്ട് ചുമ്മാ വായി നോക്കി നിന്നപ്പോണ്ട് ദേ എൻ്റെ ട്രെയിൻ വന്ന്. ഇനി ഇതിൻ്റെ അകത്ത് ഇടിച്ച് കയറണം. ഇങ്ങനെ ട്രെയിൻ കയറി ഞാൻ ആരെയാണ് വിളിക്കാൻ പോണെന്നല്ലേ. ഇന്ന് എൻ്റെ അടുത്തേക്ക് എൻ്റെ ബെറ്റർ ഹാഫ് വരുന്നുണ്ട്. ഓഹോ, അവളവളെ കാമുകനെയും കൊണ്ടാണ് ജർമ്മനിയിലോട്ട് പോയെന്ന് ആരും കരുതണ്ട. കാമുകന്മാർ മാത്രമല്ല ബെറ്റർ ഹാഫ്. ആള് മണ്ടയിലെത്തി നിന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, ആൾ എന്നെ കണ്ടിട്ടില്ല. ഇതാണ് കുട്ടികളെ ഞാൻ പറഞ്ഞ ബെറ്റർ ഹാഫ്. അവൾ എന്നെ തന്നെയാണ് ഫോണം വിളിച്ച് കിണിച്ചോണ്ടിരുന്നത്. ഇതൊക്കെയാണ് അവൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള സാധനങ്ങൾ. മുട്ട, മീൻ, സവാള. നാട്ടിലിതൊക്കെ ചെറിയ കാര്യമെങ്കിലും ഇതൊക്കെ ഇവിടെ വലിയ കാര്യമാണ്. വന്ന സ്ഥിതിക്ക് ഒന്ന് വായി നോക്കാൻ പോകുന്ന ചെന്നപ്പോണ്ട് ഇതേ ഒരു ചേട്ടൻ നിക്കറിട്ട് നിന്ന് അവിടെ ഡാൻസ് കളിക്കുന്നു. കുറച്ചു നേരം ചേട്ടനെ ഡാൻസും കണ്ട് നിന്നവിടെ. നാട്ടിലിതൊക്കെ വലിയ കാര്യമാണെങ്കിലും ഇവിടെ നിന്നൊരു വിഷയമേ ഇല്ല. കഴിഞ്ഞപ്പോണ്ടൊരു പാവത അവിടെ നിന്ന് കളിക്കുന്നു. ആദ്യം ഞാൻ കരുതിയത് അതിൻ്റെ അകത്ത് എയറായിരിക്കുന്നതാണ്. പിന്നെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് ആളുണ്ടെന്നുള്ള. അത് കഴിഞ്ഞ് പോയപ്പോണ്ട് ഇതേ മരത്തിൻ്റെ മൂട്ടിലൊരു അന്യഗ്രഹ ജീവി. ഇത് കണ്ടപ്പോൾ എനിക്ക് ക്രോണിക്കിൾസ് ഓഫ് നാർണിയ സിനിമയാണ് ഓർമ്മ വന്നത്. എന്താണ് ഈ ജീവി എന്ന് അടുത്ത് പോയി കറങ്ങി തിരിഞ്ഞ് നോക്കി. പുള്ളിക്ക് ആടിൻ്റെ കാലും പോത്തിൻ്റെ തലയാണോ എന്നൊരു ഡൗട്ടുണ്ട്. പുള്ളി എന്നെ കണ്ട് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനും തിരിച്ച് ഹായൊക്കെ കാണിച്ചിട്ട് ഇങ്ങ് പോന്നു. ഇന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ദേ ഒരു ചേട്ടൻ ബബിൾസ് വിട്ട് കളിക്കുന്നു. ഇതിനിടെ കിടന്ന് ഈ മുതുക്കികൾ എന്താ കാണിക്കുന്നതെന്ന് ആരും കരുതരുത്. ഇതൊക്കെ ഒരു രസമല്ലേ, പ്രായം ഒരു വിഷയമല്ലല്ലോ. ഞാൻ എൻ്റെ ചങ്കും കൂടി അവിടെ കിടന്ന് കുറേ ബബിൾസൊക്കെ പൊട്ടിച്ചും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ കിടന്ന് ചാടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കുട്ടികളാണ്. പക്ഷെ നമുക്ക് അതൊന്നൊരു വിഷയമല്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. കുറച്ച് നേരം ഞാനും എൻ്റെ ചങ്കും ചാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചേച്ചിയും കൂടെ വന്ന് പൊട്ടിക്കുന്നുണ്ട്. കൂടെ കുറേ സായിപ്പുട്ടികളും ഉണ്ട്. ഇതൊക്കെ അല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത്. പൊട്ടിക്കൽ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് കൊടുക്കാനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതൊന്നും ഇല്ലേലൊരു വിഷയമില്ല, ഞങ്ങളിത് പൊട്ടിച്ചിട്ടില്ലേ പോകുള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന ചങ്ക എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഒന്നെങ്കിലും പൊട്ടിക്കുന്നുണ്ടോ ഇടിയെന്ന്. അതിന് വേണ്ടി ഞാൻ വലിയൊരു മുതുക്ക് ബബിൾസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊന്നും വെറും കോൺക്രീറ്റ് സ്ലാബുകളല്ല, ഇതെല്ലാം ശവകുടീരങ്ങളാണ്. ഏകദേശം 2 മില്യൺ ജൂതന്മാരെയാണ് ഇവിടെ അടക്കിയിട്ടുള്ളത്. സെക്കൻഡ് വേൾഡ് വാറിൽ ഹിറ്റ്ലർ കൊന്ന ജൂതന്മാരെയാണ് ഇവിടെ ഇങ്ങനെ അടക്കിയിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററി പ്രകാരം പറയുന്നത്. ഇത് കണ്ട നമ്മുടെ നാട്ടിലെ ശ്മശാനം കണക്കൊന്നുമല്ല, കയറി ചെന്ന ഒരു പ്രേത ലുക്കൊന്നുമില്ല. നമുക്കിതിൻ്റെ അകത്ത് 24/7 ആക്സസിബിൾ ആണ് കയറാൻ. നമ്മൾ ജോലിക്ക് വന്നാണെങ്കിലും നമ്മളൊരു ടൂറിസ്റ്റുകൾ തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങളും കുറേ റൗണ്ട് അടിച്ച് അവിടേക്ക് ഒന്ന് കാണാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയിൽ കാണൽ മാത്രമല്ല വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. ചുമ്മാ കണ്ടെന്തിനാ കിളി പാറുന്നതെന്ന് വെച്ച് നടക്കുമ്പോഴേ ഇങ്ങനെ അവൾ തോളിക്കയിട്ട് നടക്കാൻ വല്ലാത്തൊരു രസമാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. അതിനിപ്പോൾ ഇടുങ്ങിയ സ്ഥലമായാലും സ്പേസ് ഉള്ള സ്ഥലമായാലും എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. ഇവൾ എന്നെ എങ്ങനെ സഹിക്കുന്നു എന്നത് ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കും. ഇതിൻ്റെ ഇടയിൽ പിള്ളേരെ ഓടി നടന്ന് സാറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പണി. അവിടെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ജർമ്മൻ തെരുവിലൂടെ തേരാപ്പാര നടന്നു. അവിടെയുള്ളവരെല്ലാം പുറത്തിരുന്ന് ഫുഡ് കഴിക്കുകയും ബിയർ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് നോക്കി വായി നോക്കി കൊതിയും വിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുവിധം നോർമൽ ബിൽഡിങ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ എല്ലാം ഒരേ ഷേപ്പാണ്, എല്ലാം സ്ക്വയർ ഷേപ്പ്. വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചങ്സ് വന്ന് പോസ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ണാടി കണ്ടാൽ വീഡിയോ എടുക്കണം. കണ്ണാടി കാണുമ്പോൾ കുറച്ച് മെനയുള്ളതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കണ്ണാടി കണ്ട ഉടനെ ഒരു പോസ് ചെയ്യുന്നത്. വൃത്തിയുള്ളപ്പോൾ എന്താണ് ആർക്കും ഒരു ആഗ്രഹം ഉണ്ടായില്ലേ സുണ എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അവസ്ഥ. ഇതെന്തപ്പോൾ കണ്ണാടി, പൊട്ടിയ കണ്ണാടിയിൽ പല പല ബിംബങ്ങൾ. ഞങ്ങൾ ആ പൊട്ടിയ കണ്ണാടി വെറുതെ വിടാതെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് പൊട്ടിയതാണെന്നെങ്കിലും ഇവരത് ഒരു സ്റ്റൈലായിട്ട് വെച്ചേക്കുന്നതാണ്. എന്നിറങ്ങി ഞങ്ങൾ കത്തീഡ്രലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പാവയുടെ കളർ വേറെയാണെന്ന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. അവിടെ നിന്ന് വായി നോക്കി നിന്നപ്പോൾ 2 സായിപ്പന്മാർ പട്ടിക്ക് ഐസ്ക്രീം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഐസ്ക്രീം പോയിട്ട് കുടിക്കാൻ വെള്ളം പോലും ഇല്ല. 2 പട്ടികൾ വിശാലമായി നിന്ന് ഐസ്ക്രീം കുടിക്കുന്നു. എന്താ ഒരു ഗതികേടല്ലേ. പിന്നെ അതിനെയും വായി നോക്കി. കുറച്ച് നേരം റോഡിൽ കൂടെ നടന്നപ്പോൾ അതേ കുറേ ടെഡീസൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഈ ടെഡീസിനൊക്കെ ഇവിടെ നല്ല വിലയാണ്. അതുകൊണ്ട് ഓരോന്നിനെ എടുത്ത് സൗന്ദര്യം നോക്കിയിട്ട് അങ്ങ് തിരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് വെച്ചിരിക്കുന്നതെല്ലാം വില കുറഞ്ഞ് റിഡക്ഷൻ ഇട്ടേക്കുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ പോയാൽ വെച്ചേക്കുന്ന നമുക്ക് കുറേ തൊപ്പിയും കാര്യങ്ങളൊക്കെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഒന്നെടുത്ത് നോക്കിയിട്ട് നേരെ തിരിച്ച് അലക്സാണ്ടർ പ്ലാറ്റ്സിലോട്ട് വിട്ടു. ഞങ്ങൾ നേരെ അലക്സാണ്ടർ പ്ലാറ്റ്സിലോട്ട് വിട്ടു. ഞാൻ എപ്പോൾ വന്നാലും ഈ വെള്ളം ഇങ്ങനെ ഹാഫായിട്ട് പൊങ്ങി നിൽക്കുന്നതല്ലാതെ ഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കില്ല എന്നുള്ളതാണ് സത്യം. നേരെ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച്. പിറ്റേന്ന് രാവിലെയാണ്. ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂൾ ഇവിടെയല്ല, എൻ്റെ ചങ്കിനെ വീട്ടിവിടെയാണ്. അവളെ വീട്ടിൽ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഉച്ച 3:45 ആയപ്പോഴത്തേക്കിന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ആദ്യം ബസ് കയറണം, പിന്നെ ട്രെയിൻ കയറി പോകണം.
നാട്ടിലെ ഒരു തുള്ളി വെയിൽ പോലും കൊള്ളാത്ത ഞങ്ങൾ ഇവിടെ വന്നാൽ വെയിൽ കിട്ടാൻ വേണ്ടി ഓട്ടമാണ്. അങ്ങനെ കിട്ടിയ വെയിലത്തിറങ്ങി ഇന്ന് വെയിൽ കൊള്ളുന്ന അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. അടുത്ത ബേർണൗ എന്നുള്ള ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങൾ ട്രെയിനും വെയിറ്റ് ചെയ്ത് വായി നോക്കി നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതേ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഏത് കണ്ണാടി കണ്ടാലും വിടാത്തൊരു പ്രാന്തിയാണ് ഞാൻ. അതേ അവളെ ട്രെയിൻ വന്നപ്പോൾ ആൾ കൂടുതലായിരുന്നു. സീറ്റ് കിട്ടാൻ വേണ്ടി ഓടുന്ന കാഴ്ചയാണിത്. അവൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം അവളെ അപ്പാർട്ട്മെൻറ്റ് എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഈ ട്രെയിനിൽ പോകും ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഡബിൾ ഡെക്കർ ട്രെയിനാണേ, 2nd ഫ്ലോറും ഉണ്ട്. അവൾ നേരെ ട്രെയിനിനകത്തോട്ട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരപ്പര നടക്കുന്നുണ്ട്. അടുത്ത ട്രെയിനിൻ്റെ പ്രത്യേകതയാണ്, നമുക്ക് കയറുമ്പോൾ നമ്മുടെ കൂടെ തന്നെ സൈക്കിളോ ബൈക്കോ എന്തെന്ന് വെച്ചാൽ എന്ത് വേണോ കൊണ്ടുപോകും. അവളിലേക്ക് കുറേ ടാറ്റയൊക്കെ തരുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഇതേ തിരിച്ച് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ടും നടക്കുകയാണ് പുള്ളിക്കാരി. എന്താണെന്ന് വെച്ചാൽ സീറ്റ് കിട്ടാനില്ലേ, ട്രെയിനിനകം നിറയെ ആൾക്കാരാണ്. താഴെ സീറ്റില്ലാത്തതുകൊണ്ട് അവൾ നേരെ 2nd ഫ്ലോറിലോട്ട് കയറി പോവുകയാണ്. അവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ ഇവിടെയുള്ള ആൾക്കാരങ്ങനെ കൂടുതലായിട്ട് 2nd ഫ്ലോർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് എന്തായാലും സീറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ 2nd ഫ്ലോറിൽ ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അവൾ അവിടെ കയറി എവിടെയും ഇരുന്നോളൂ, നമുക്കെന്നെ തിരിച്ചു പോകും. തിരിച്ചിറക്കാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ കയറിയപ്പോൾ എസ്കലേറ്റർ വർക്കാവുന്നില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങും പോലെ എസ്കലേറ്റർ ഇറങ്ങി പോവുകയാണ്. എനിക്കിത് 4 മൈൽ വന്നിട്ടുണ്ട്.